30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. വൈകിട്ട് 6-ന് നിശാഗന്ധിയിൽ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മേള ഉദ്ഘാടനം ചെയ്യും. ചിലി സംവിധായകൻ പാബ്ലോ ലാറോ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങൾ മേളയുടെ ഭാഗമാകും. ഫലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ആൻ മേരി ജാസിർ സംവിധാനം ചെയ്ത ഫലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. അപ്പോൾ നേരെ പോകാം തിരുവനന്തപുരത്തേക്ക്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനിസ, അങ്ങനെ IFFKക്ക് തിരിതെളിയുകയാണ്. ഡെലിഗേറ്റ് പാസ്സൊക്കെ തയ്യാറാക്കി സിനിമ കാണാൻ തയ്യാറായിട്ടിരിക്കുകയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഈ സിനിമയുമായി ഇന്നത്തെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ? അതേ ജിൽസി സേഫു, ഇനിയുള്ള ഒരു 8 ദിവസം അത് തലസ്ഥാന നഗരിയിൽ ഒരു ഉത്സവം തന്നെയാണ്, സിനിമയുടെ ഉത്സവം. ഇവിടേക്ക് ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സിനിമ ആസ്വാദകർ എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. 8 ദിവസം ഇവിടെ പൊടിപൂരം തന്നെയായിരിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ 30ാമത് ചലച്ചിത്രമേളയ്ക്ക് ഇവിടെ തിരുവനന്തപുരത്ത് തിരിതെളിയും. വൈകിട്ട് നിശാഗന്ധിയിൽ മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും. ടോക്കിയോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആൻ മേരി ജാസിർ സംവിധാനം ചെയ്ത ഫലസ്തീൻ 36 ആണ് ഉദ്ഘാടന ചിത്രം. ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം മൗറിറ്റാനിയൻ സംവിധായകൻ അബ്ദുറഹ്മാൻ സിസായ്ക്കോയ്ക്ക് നൽകി ആദരിക്കും. ഇത്തരത്തിൽ ഇത്തവണത്തെ 30ാമത് ചലച്ചിത്രമേളയുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഫലസ്തീൻ ജനതയുടെ ആ ഒരു ചെറുത്തുനിൽപ്പിനെ തന്നെയാണ് കീ ഫോക്കസ് ആയിട്ട് ഈ ചലച്ചിത്രമേള അവതരിപ്പിക്കുന്നത്. കൂടാതെ തന്നെ ഇന്ത്യൻ കണ്ടംപററി ഫിലിംസിനും അതിന്റെ ശബ്ദത്തിനും വലിയൊരു സ്വീകരണം ഈ ഒരു 30ാമത് ചലച്ചിത്രമേള നൽകുന്നു എന്നത് കൂടി ഉണ്ട്. കൂടാതെ തന്നെ ഇവിടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഫെസ്റ്റിവലിന് എല്ലാ ദിവസത്തെയും പോലെ ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നലെ മുതൽ ഇവിടെ അതിന്റെ ഒരുക്കങ്ങളും ആൾക്കൂട്ടവും ഒക്കെ കൂടി തുടങ്ങിയിരുന്നു. ഇന്നിതാ ഇപ്പോൾ ഓരോ ഭാഗത്തായിട്ടും ആളുകൾ എത്തിച്ചേരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടൊക്കെ കൂടി ഇവിടെ ആളുകൾ നിറയുമെന്നാണ് കരുതുന്നത്. നാളത്തോടുകൂടി ഇവിടെ സിനിമ ആസ്വാദകരുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മളും അതിൻ്റെ ഒരു ആവേശത്തിലാണ്. ഇത്തരത്തിൽ IFFK ഏതൊരു റിപ്പോർട്ടറെയും സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചെയ്യാൻ ഏറെ ആഗ്രഹിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇത്തരത്തിൽ സിനിമ ആസ്വാദകർ ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാം. ഒരുപാട് പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുന്നത്. ഇവിടെ മീഡിയ സെല്ലൊക്കെ പ്രവർത്തിച്ചു തുടങ്ങി. അത്തരത്തിൽ ഒരു പുതിയൊരു IFFK കാലം കൂടിയാണ് എത്തുന്നത്. ഇത്തരത്തിൽ 260 സിനിമകളാണ് ഇവിടെ പ്രദർശനത്തിനെത്തുന്നത്. അതും 26 വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്ന് 86 രാജ്യങ്ങളിൽ നിന്ന് ലോക സിനിമ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണെന്ന് തന്നെ പറയാം. അത്തരത്തിൽ 206 സിനിമകൾ ഇവിടെ പ്രദർശനത്തിനെത്തും. അത് കാണാൻ രാജ്യത്തിന്റെ അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഒട്ടനവധി ആളുകളാണ് എത്തിച്ചേരുക, സിനിമ ചർച്ച ചെയ്യുക, സിനിമയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യുക. ഇത്തരത്തിൽ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇവിടുത്തെ സിനിമ 30ാമത് ചലച്ചിത്രമേള തുടങ്ങുന്നത് തന്നെ. അത്തരത്തിൽ ഈ ഒരു 206 ചിത്രവും സിനിമയുടെ രാഷ്ട്രീയം പറഞ്ഞു വെക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തിരക്കേറി വരുന്നു തിരുവനന്തപുരത്ത്. സേഫു, ജിൽസി. അപ്പോൾ തിരക്കേറി വരുന്നുണ്ട്. ഇനി ലോക സിനിമ സമ്മേളിക്കുന്ന വേദിയാകാൻ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സംസ്ഥാന സ്കൂൾ കലോത്സവം ഒക്കെ പോലെ ഒരു ഉത്സവകാലമാണ് IFFK. കാണുന്നവർക്ക് മാത്രമല്ല, സിനിമയെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ചർച്ചകൾ അത് സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. നമ്മളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു.